നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അതിശ്രേഷ്ഠമായ ഈ സഭയുടെ ഒരു ആസ്ഥാന മന്ദിരത്തിൽ നടന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ എത്ര നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നുള്ളത് സുഹൃത്തുക്കൾ നോക്കി മനസ്സിലാക്കുക. സോണി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വന്നൊന്ന് ക്ലീൻ ചെയ്തിടുന്നതൊക്കെ നല്ലതാണ്. എന്തൊരു ഇതിലേക്കൂടെയൊക്കെ വരാൻ ഭയപ്പെടുന്നു. ഇതിനകത്തൊക്കെ എന്താണ് എന്തൊക്കെ വല്ലതും താമസിക്കുന്നതാണ് കേട്ടോ. ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ അച്ഛന്മാരോ ഒക്കെ താമസിക്കുന്ന സ്ഥലമായി. ദൈവമേ, ഇതിനകത്തെ അവസ്ഥ കണ്ടോ. പുസ്തകങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അത് ആളുകൾ താമസിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ സഭയുടെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നീ ഇപ്പോൾ ഇത്രയും വലിയ NGOs അമ്മയുടെ കൂടെ എല്ലാം ഉണ്ടല്ലോ ഇവിടെ എല്ലാം അവനിവിടെ വന്നിരുന്ന് വെട്ടിത്തെളിച്ചുകൂടെ ഇവിടെ ഒന്ന് വൃത്തിക്കിട്ടുകൂടെ. ഞാനിന്ന് ഇതിലെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നിട്ട് കാണിക്കത്തില്ലടേ. ഇവിടെ നിന്ന് പോയാൽ ആ മണ്ണിൻ്റെ അവിടെ ഇട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളെങ്ങനെ അറിയുന്നു? നീക്ക് എന്തുവാണ് ഇത്? ഇതിനകത്ത് എങ്ങനെയാണ് ആളുകൾ അപ്പുറത്ത് പോകുന്നത്? എടുത്ത് ക്ലീനാക്കിയിടണ്ട. ഇതൊക്കെ ആലമ്പ് വെച്ചിട്ടിരിക്കുന്നത് എന്തൊരു പരിതാപകരമാണിത്. ഇങ്ങനെയാണോ സ്ഥലങ്ങളൊക്കെ ഇട്ട് വെക്കേണ്ടത്? ആളുകൾക്ക് ഇതൊക്കെ പോയി ചെന്ന് സഭയിലുള്ളവരൊക്കെ വല്ലപ്പോഴൊക്കെ വരികയൊക്കെ ചെയ്യുന്നു. അവർക്കിതൊക്കെ കാണണ്ടേ? ഇവിടെ ഇതിനകത്ത് പെരുമ്പാമ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല. മാർത്തോമാക്കാരനെ ഓടിച്ചു വിട്ട് ആക്കോക്കാരനൊന്നും കൊടുത്തില്ല. നിങ്ങളെടുത്ത് ഈ സ്ഥലമൊക്കെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഗതികേടാണിത്. ഞാനിപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു വേണ്ടപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. എനിക്കറിയില്ല എന്തുമാത്രം അലമ്പാടെ ഇവിടേക്ക്. കുപ്പ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത് കണ്ട എല്ലാ കുപ്പയും ഡംപ് ചെയ്തിരിക്കുക ഇവിടെ. ഇതാണ് നിൻ്റെ പ്രിയപ്പെട്ട മണൽത്തിട്ട നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ കാണും ഇതൊക്കെ, മനസ്സിലായോ?